ബ്രഹ്മം തൊട്ട് കൂട്ടുന്ന ക്ലാസ് തുടങ്ങുന്നത് വരെ നമ്മൾ ഇപ്പോൾ തുടർന്നുകൊണ്ട് വരുന്ന ഋഗ്വേദവും യജുർവേദവും ക്ലാസ് കുറച്ച് മുമ്പ് തന്നെ നിർത്തി. ഇപ്പോൾ തുടരുന്ന അഥർവവേദവും ഉപനിഷത്ത് പഠനവും തൽക്കാലം നിർത്തിവെക്കുകയാണ്. അത് വഴിക്ക് തന്നെയാണ് പോകുന്നത്. അഥർവവേദവും ഉപനിഷത്തുക്കളും വഴിക്കാണ് പോകുന്നത്. അഥർവവേദത്തിൻ്റെ ഏകദേശം 20 കാണ്ഡങ്ങളിൽ 4 കാണ്ഡങ്ങൾ കഴിഞ്ഞു. 5ാമത്തേലേക്കാണ് ഇനി കടക്കേണ്ടത്. ഉപനിഷത്താണെങ്കിൽ ഏകദേശം 50% നമ്മൾ അടുക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നിർത്തിവെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഉപനിഷത്ത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ബ്രഹ്മമാണ്, ബ്രഹ്മത്തെ പറ്റിയുള്ള വിവരണമാണ്. ഇപ്പം ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ ഉപനിഷത്ത് പഠനം പൂർണ്ണമാവുകയില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ബ്രഹ്മത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അത് ബ്രഹ്മം തൊട്ട് കൂട്ടുന്നിടത്ത് പറയുന്നു. അതുപോലെ തന്നെയാണ് അഥർവവേദത്തിൻ്റെ ഈ അവസ്ഥ. അവിടെയും ഇന്ദ്രൻ, വരുണൻ, ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ പറയും അത് ബ്രഹ്മം തൊട്ട് കൂട്ടുന്നിടത്ത് പറയാം, അതിനെപ്പറ്റിയല്ല. എന്നാൽ ഋഗ്വേദം യജുർവേദം നമ്മൾ ആ ക്രമത്തിലൊന്നുമല്ല പോയത്. അതിലൂടെ നമ്മൾ ശ്രമിച്ചത് വേദങ്ങളിൽ നമ്മളിന്ന് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ സയൻസും നിന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് തെറ്റായ വേദത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഇത് സയൻസിൻ്റെ പരിധിയിലൊന്നും വരുന്നില്ല, ഇതിൽ ഒരു സയൻസും ഇല്ല, ഇത് വേറെ എന്തെല്ലോ കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു ധാരണ മാറ്റാതെ വേദ പഠനത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പം വേദം പൂർണ്ണമായും ഒരു ജ്ഞാനമാണ്, ശാസ്ത്രമാണ്, സയൻസാണ്. വേദത്തിലുള്ളത് എവിടെയും കാണാം, വേദത്തിലില്ലാതെ എവിടെയും കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പ്രപഞ്ച രഹസ്യം മുഴുവനകത്തുണ്ട്. അതാദ്യം അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് മാനസികപരമായിട്ട് അതൊന്നും ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരാൾക്ക് വേദത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത് സയൻസിൻ്റെ പരിധി എല്ലാന്നും പറ്റി മനസ്സിലുള്ള ധാരണയുള്ളവരോ സയൻസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തലയിൽ കയറില്ല. അതുകൊണ്ട് അതാണ് ഋഗ്വേദം യജുർവേദത്തിലൂടെ നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് അടക്കം എത്രയോ സയൻസുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രഹ്മം തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുവരെ ബ്രഹ്മമെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം അഥർവവേദവും ഉപനിഷത്തും എല്ലാം തുടങ്ങാമെന്ന് വെച്ചാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല എത്ര കാലം കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പാരലായിട്ട് അത് തുടങ്ങി. എന്നാലും ബ്രഹ്മത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും എല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവും. അതുമാത്രമല്ല ഉപനിഷത്തിലെല്ലാം റെപ്പിറ്റേഷനാണുള്ളത്. അതുകൊണ്ട് ഇനിയുള്ളതിൽ പറഞ്ഞാലും മതി, അപ്പം കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. പിന്നെ ആർക്ക് എപ്പോഴും എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ബ്രഹ്മത്തെ പറ്റി പറയുന്നത് വേദം തന്നെ പറയുന്നത് ഏതൊന്നിനെ നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാം അറിഞ്ഞു എന്ന് പറയുന്ന അതാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ഏതൊന്നിനെ പറ്റി അറിഞ്ഞാൽ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം നമ്മൾ ബ്രഹ്മം തുടങ്ങാൻ പോവുകയാണ്. അതെന്ന് പറഞ്ഞാൽ ജ്ഞാനപ്പാന കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം വേദത്തിലേക്ക് നമ്മൾ സയൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു. എന്നാലും അതിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ധാരണ, ആ പ്രപഞ്ച സൃഷ്ടിക്രമം ഒരു ധാരണയുണ്ടായി അതിൻ്റെ ശേഷം കയറുന്നതായിരിക്കും, സയൻസിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ വേദത്തിലുള്ള കാര്യങ്ങൾ സയൻസിൻ്റെ പിൻബലമില്ലാതെ വേദത്തിൽ പറയുന്നത് പോലെ ഒരു ക്രമത്തിൽ വിവരിച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം ജ്ഞാനപ്പാന തന്നെയാണ്. ബ്രഹ്മം തൊട്ടുള്ള ലോക അവസാനം വരെയുള്ള കാര്യങ്ങൾ, പ്രപഞ്ചഘടന അടക്കമെല്ലാം ഒരു പരിധി വരെ വേദത്തിൽ പറഞ്ഞത് അതേപോലെ ആവിഷ്കരിക്കാൻ, സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക ഗ്രന്ഥം എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഏക ഗ്രന്ഥം ജ്ഞാനപ്പാന തന്നെയാണ്. അങ്ങനെ ഒന്നും വേദങ്ങൾ കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനപ്പാന സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലൂടെ പോയതിൻ്റെ ശേഷം ബ്രഹ്മം തൊട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ടാണ് ജ്ഞാനപ്പാന തുടങ്ങിയത്. അപ്പോൾ ഇനി ഉപനിഷത്തും എല്ലാം അവിടെ തൽക്കാലം നിർത്തിയിട്ട് ജ്ഞാനപ്പാന കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ആരംഭിക്കും.
വേദപഠനം. വേദപഠനം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം യജുർവേദം തന്നെയാണെങ്കിലും അത് കഥകളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പുരാണ കഥകളാണ്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഉപനിഷത്തും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഋഗ്വേദവും യജുർവേദവും പുരാണ കഥകളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ബ്രഹ്മം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രഹ്മം എന്താണ്, ഈശ്വരൻ എന്താണ്, ഈശ്വരൻ എന്താണ്, ജീവാത്മാവ് പരമാത്മാവ്, പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണ്, ബ്രഹ്മം എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചമായി മാറിയത്, അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ആദ്യം ബ്രഹ്മത്തിനെ പറ്റി തുടങ്ങുന്നത്. ഇത് ശാസ്ത്രലോകം കണ്ടെത്താൻ കിടക്കുന്ന സയൻസാണ്. അതുകൊണ്ട് തന്നെ ഇത് വല്ലവരും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർ, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ചിന്തിക്കുന്നവർ, ലോകത്തിൻ്റെ എവിടെയുള്ളവരും ഇത് അവരുടെ ശ്രദ്ധയിൽ ഇത് വരികയാണെങ്കിൽ നാളെ ഈ വേദങ്ങൾ ലോകത്തെ തന്നെ കീഴടക്കിക്കളയും. എല്ലാവരും വേദത്തിലേക്ക് വരും. കാരണം അത്രയും വലിയ രഹസ്യങ്ങളാണ്. കാരണം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ശേഷം ബ്രഹ്മത്തിലേക്കുള്ള ആ പാത അവർക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ശാസ്ത്രലോകത്തിന് അന്ന് എവിടെ നിർത്തിയോ അവിടെ അത് കിടക്കുകയാണ്. കാരണം വേദം പറയുന്നത് അതിൻ്റെ അപ്പുറം കിടക്കേണ്ടിക്ക് ഈ സയൻസും കൊണ്ട് പോയാൽ പോരാ. അവിടെ സയൻസ് വേറെയാണ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്പുറത്തുള്ള സയൻസ് വേറെയാണ്. ഇന്ത്യയിലുള്ള ഭരണഘടന പഠിച്ചിട്ട് സൗദിയിൽ പോയിട്ട് വാദിക്കാൻ നടന്നു കഴിഞ്ഞാൽ നടക്കില്ല. രണ്ട് തത്വങ്ങളാണ്. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിന് ഇപ്പുറമുള്ള സയൻസിനെ വേദം അപരാ സയൻസ് എന്ന് പറയുന്നു. അത് ഈ നിയമങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ അപ്പുറം കിടക്കണ്ടെങ്കിൽ, ബ്രഹ്മം വരെയുള്ള അവസ്ഥയിലേക്ക് കിടക്കണ്ടെങ്കിൽ നിങ്ങൾ പരാ സയൻസ് എന്ന സയൻസിൻ്റെ രണ്ടാമത്തെ വിഭാഗം, അതും ശുദ്ധമായ സയൻസ് ആണ്. പക്ഷേ നിയമങ്ങൾ ഇന്ത്യയിലെ നിയമവും ഗൾഫിലെ നിയമവും എല്ലാം മാറിയിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ചിലപ്പോൾ 3 കൂട്ടണം 2 5 അവിടെ ചിലപ്പോൾ 3 കിഴിക്കണം 2 5 എന്നെല്ലാം പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 3 കൂട്ടണം 2 എവിടെ 3 കൂട്ടണം 2 5 തന്നെയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അവിടുത്തെ നിയമം ചിലപ്പോൾ 3 2 കൂട്ടിയാൽ കിഴിക്കലായിരിക്കും, 1 ഇവിടെ കൂട്ടുന്നതിന് പകരം അവിടെ കിഴിക്കേണ്ടി വരും, ഇവിടെ കിഴിക്കുന്നതിന് പകരം അവിടെ കൂട്ടേണ്ടി വരും. ഒരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലാതെ മാത്സിൽ അങ്ങനെ 3 കൂട്ടണം 2 കുറക്കലാവില്ല. അതെ, ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്രയും വ്യത്യാസമുണ്ട് അവിടെ. ശാസ്ത്രം സയൻസ് വ്യത്യാസമുണ്ട്. അപ്പം അവിടെ ആ തത്വം അനുസരിച്ച് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതും ശുദ്ധമായ സയൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയും ഒരു തെറ്റായ ചിന്താഗതി വരരുത്. 3 കൂട്ടണം 2 അവിടെ 3 കൂട്ടണം 2 5 ആ തരത്തിലല്ല. അതങ്ങനെയല്ല. അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ നിയമങ്ങൾക്ക് കടക വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശാസ്ത്രലോകം ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അപ്പുറം നോക്കുമ്പോൾ അവർ പറയുന്നു നമ്മളീ പഠിച്ച സയൻസ് എല്ലാം പൊളിയുകയാണ്. ഈ പറയുന്ന ഒരു നിയമവും അവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് അവർ പറയുകയാണ്. ശാസ്ത്രലോകം നമ്മൾ ഈ പറഞ്ഞ എല്ലാം മണ്ടത്തരാണ്, ഇതെല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാം മണ്ടത്തരാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ തലയൂടി. കാരണം എന്തുകൊണ്ടാണ്? നിയമം, ഇന്ത്യയിലെ നിയമവും വേറെ രാജ്യത്തിലെ നിയമവും 2 തരത്തിലായിരിക്കും. ഇവിടെ പറയുന്നത് ചിലപ്പോൾ അവിടെ നിയമവിരുദ്ധമായിരിക്കും. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന് ഇപ്പുറത്തുള്ള സയൻസ് അപരാ സയൻസാണ്. അവിടെയുള്ള നിയമങ്ങളും വേദം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെയല്ല ഇന്നത്തെ തരത്തിൽ നിയമങ്ങൾ ഉപയോഗിക്കണം. അവിടെ എത്തുമ്പോൾ ബ്രഹ്മത്തിനും ക്വാണ്ടം മെക്കാനിക്സിനും ഇടക്കുള്ള സയൻസ് എന്ന് പറയുന്നതിന് വേറൊരു സയൻസ് പേര് കൊടുത്ത് പരാ സയൻസ് എന്ന് പറയുന്നു. അവിടെ നിയമങ്ങൾ ഇതല്ല, വേറൊരു നിയമമാണ്. പക്ഷേ അതും പ്യുവർ സയൻസ് തന്നെയാണ്. ആ കാര്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അല്ലാതെ അത് സയൻസിൻ്റെ പരിധിയിൽ വിട്ടല്ല. അതും ഇതേ സയൻസ് കൈകാര്യം ചെയ്യുന്ന പോലെ അവിടെ കൈകാര്യം ചെയ്യാം. പക്ഷേ നിയമങ്ങൾ മാത്രം
കുറച്ച് മാറ്റി പിടിക്കണമെന്നേ ഉള്ളൂ. അത്രയേ വ്യത്യാസമുള്ളൂ. നിയമം കുറച്ച് വേറെ നിയമമാണ്, ആ നിയമത്തിലൂടെ പോകണം. അപ്പം അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദം എന്തും പറയുന്നുണ്ട്. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായിരുന്നുണ്ട്. അതെ, ബ്രഹ്മം എന്തിനാണ് പ്രപഞ്ചമായി മാറിയത്, അതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രപഞ്ചമായി മാറിക്കഴിഞ്ഞതെന്നും ഉള്ള ആ തത്വം, അടിസ്ഥാന തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സയൻസും പിന്നെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പരാസയൻസിൽ നിന്ന് അപരാസയൻസിലേക്ക് വരാൻ പറ്റും. അപ്പം ഇനി ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ, അത് ഏകനാണ്. അത് സയൻസിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഉപനിഷത്ത് പഠനമെല്ലാം നമ്മൾ പോകുമ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാത്തിലും നമുക്കൊന്ന് ഇതെന്ത് ചെയ്യുക, എല്ലാവരും ഇപ്പം തന്നെ റെപ്പിറ്റേഷനാണ് എന്ന് തോന്നുന്നുണ്ട്. അതുമാതിരി അഥർവവേദത്തിലേക്കെല്ലാം കിടക്കുമ്പോൾ ഇന്ദ്രൻ ആരാണെന്നല്ലോ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് സംഗതി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെയെല്ലാം ഈ ചോറ് വെക്കുന്ന കാര്യം പറയേണ്ടി വരും. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ ഒരു ശക്തിയുണ്ട്. നമ്മൾ അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനാണ് അവിടെ ചോറാക്കുന്നതെന്നെല്ലാം ഞാൻ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഇന്ദ്രൻ ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ ഭാരവും കുറച്ച് കുറയേണ്ടതുണ്ട്. കാരണം എല്ലായിടത്തും ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ അതിനെ പേരിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ട, നമ്മളെ ജോലിയും വളരെ ഈസിയാണ്. പക്ഷേ വേദത്തിലേക്ക് ആദ്യം തന്നെ എന്തുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് കയറിയില്ല എന്നാൽ ബ്രഹ്മത്തെ പറ്റി പറഞ്ഞ് തുടങ്ങാൻ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സയൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതിലൊരു സയൻസും ഇല്ല. വരികൾക്ക് പോലും അർത്ഥമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേദവരികൾക്കൊന്നും അർത്ഥമില്ല, അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ചൊല്ലുമ്പോൾ എന്തെല്ലോ സംഭവിക്കും. ഇങ്ങനെ ഒരു ധാരണയാണ് വേദത്തിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സയൻസും കൂടിയും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം വേദത്തിൽ കുറച്ച് സയൻസുകളുണ്ട് എന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ആ ഒരു ഇതിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സയൻസിലേക്ക് കടക്കുന്നതിന് പകരം ജ്ഞാനപ്പാരിയിൽ പൂന്താനം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഒന്ന്, ആ പൂന്താനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പൂന്താനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളെ ധാരണകളെല്ലാം കഠകവിരുദ്ധമായ കാര്യങ്ങളാണ് പൂന്താനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൂന്താനത്തിലൂടെ വേദത്തിലെ സയൻസിലേക്ക് കയറുന്നതായിരിക്കും. പൂന്താനം സയൻസ് കയറിയിട്ടില്ല, കാരണം അന്ന് സയൻസ് ഇല്ല. സയൻസ് ഉണ്ടായിരുന്നെങ്കിൽ പൂന്താനം ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് ഈ ജോലിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടി വരും, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാനുള്ള അവസരവും കിട്ടില്ല. എന്തുകൊണ്ട്? അതെല്ലാം പൂന്താനം ഭംഗിയായിട്ട്, കാരണം പൂന്താനം ഋഷികൾ ഭാവനയിൽ കണ്ട അതേ അർത്ഥത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സയൻസിൻ്റെ സപ്പോർട്ടില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് സയൻസ് ഇല്ല. പിന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ചുവട് പിടിച്ചുകൊണ്ട് സയൻസും ചേർത്തുകൊണ്ട് പോകുമ്പോൾ കാര്യങ്ങളിൽ ലളിതമാവും. അതുകൊണ്ടാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലൂടെ നമ്മൾ പോയത്. അങ്ങനെയല്ലേ വേദത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ചാടിപ്പിടിച്ച് കയറി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഋഗ്വേദ യജുർവേദത്തിൻ്റെ പണ്ട് നിർത്തി. നമ്മൾ അതിൻ്റെ ലക്ഷ്യം സയൻസ് ഉണ്ട് എന്ന് കാണിക്കലായിരുന്നു. അത് നമ്മൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു. പക്ഷേ അഥർവവേദവും ഉപനിഷത്തുക്കളും ഇനി ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് അത് തൽക്കാലം നിർത്തിവെക്കുകയാണ്. ഏതുവരെ എന്നാൽ ഈ ജ്ഞാനപ്പാന തീരുന്നത് വരെ. ജ്ഞാനപ്പാന ദിവസവും ഇടുന്നുണ്ട്, പക്ഷെ അത് തീരണ്ടിക്കലും ഇനിയും ഒരു 10-12 ദിവസം എങ്ങനെയാന്ന്. കാരണം ദിവസം ഇടുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം 3 ദിവസത്തിൽ ഒരു വിഷയമായിട്ടായിരുന്നു ഇട്ടിരുന്നത്. ദിവസം ഇടുമ്പോൾ നമുക്ക് തന്നെ ജോലി ഭാരം കുറച്ച്, കാരണം അതിനുള്ള സമയമല്ല ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഇടണ്ടെങ്കിൽ ദിവസവും ഇപ്പോൾ ജ്ഞാനപ്പാടി ഇടുമ്പോഴുള്ള പ്രയാസം അറിയാം. അപ്പോൾ ഇനിയിപ്പം വേദങ്ങളും കൂടിയും ബ്രഹ്മം തൊട്ടിട്ടുള്ളതും ദിവസവും ഇടുകയാണ്. അതേസമയം 3 ദിവസത്തിൽ ഒരിക്കലായിട്ട് ഇട്ടിരുന്ന അഥർവവേദവും ഉപനിഷത്തുക്കളും ദിവസവും
ഓരോ ദിവസം ഇടപെട്ടിട്ട് ഇടുകയാണ്. അതായത് 2 ദിവസത്തിൽ ഒന്ന് വെച്ച് ഇടുകയാണ്. പക്ഷെ ഒരു ദിവസം തന്നെ ഒന്നുകിൽ ഉപനിഷത്തോ അഥർവവേദവും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് ഈ വേദങ്ങളും ബ്രഹ്മം തൊട്ട് കൂട്ടുന്ന ആ പരിപാടിയും പോകും. അങ്ങനെയാണ് പോകാൻ പോകുന്നത്. അതപ്പം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഞാനിപ്പോൾ ഇന്നൊരു 10-12 ദിവസം, ഒരു 27-25 അതിനടുപ്പിച്ചിട്ടുള്ള ഒരു ദിവസത്തിനിടക്ക് തീരുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ശേഷം ശുദ്ധമായ ബ്രഹ്മം എന്താണ്, ഈശ്വരൻ എന്താണ്, ഈശ്വരൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രലോകം മുഴുവൻ തലകത്തി നിന്നിട്ട് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണെന്നെല്ലാണ് ശാസ്ത്രലോകം എത്രയോ കോടികൾ ചെലവിട്ടിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് വേദത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ പോവുക. 4-5 ദിവസം കൊണ്ട് തന്നെ പ്രപഞ്ചഘടന പറയാൻ ഒരു ദിവസം മതി, ഒരു ദിവസം പ്രോഗ്രാം മതി. ബ്രഹ്മത്തെപ്പറ്റി പറയാൻ ഒരു ദിവസം മതി, ഈശ്വരനെ പറ്റി പറയാൻ ഒരു ദിവസം മതി. ഇത്രയേ വേണ്ടു. അപ്പോൾ പകച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ശാസ്ത്രലോകം. അവരിൽ ആരെങ്കിലും ഇങ്ങനെയൊന്നുണ്ട് എന്ന് അവരുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പിന്നെ അവർ ഏറ്റെടുക്കും. നമ്മളെ കാര്യം പിന്നെ എളുപ്പമായി. നമുക്കൊന്ന് തുടങ്ങിക്കൊടുത്താൽ മതി. തുടങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ആൾക്കാരെടുത്തോളാം. തുടങ്ങുന്ന വഴി ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാട്ടി മുമ്പോട്ടേക്ക് പോകും. അതിൽ സംശയമൊന്നുമില്ല. കാരണം അവർ വഴി കാണാൻ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഒരു കാട്ടുപെട്ടു പോയാൽ വഴി അറിയില്ലെങ്കിൽ ഭയങ്കര ശങ്കിച്ച് നിൽക്കും. പക്ഷെ ഏതെങ്കിലും ഒരു പോക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലൂടെ കുതിച്ചങ്ങ് പോകും. എല്ലാവരും നമ്മളെയും മറികടന്നിട്ട് ബാക്കിയുള്ളവർ പോകും. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് വിദേശികളായിരിക്കും. കാരണം അവർക്കാണ് ഇതിലെല്ലാം താല്പര്യമുള്ളത്. ഗവേഷണത്തിലെല്ലാം താല്പര്യം അവർക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തുടങ്ങുന്ന പാതയിൽ ഒരു പാത വെട്ടിത്തുടക്കാനാണ് ശ്രമിക്കുന്നത്. വേദത്തിലെ അത് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി. വേദവും തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രഹ്മത്തെപ്പറ്റി. ഏതൊന്നിനെപ്പറ്റി മനസ്സിലാക്കിയാലും എല്ലാ പഠനവും എളുപ്പമായി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെപ്പറ്റി ആദ്യം തന്നെ നമ്മൾ പറയാൻ പോവുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബാക്കി വേദങ്ങളിലൂടെ അവർ തന്നെ എടുത്ത് ചാടിപ്പോകും. ലോകത്തിലുള്ള ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ജനങ്ങൾ അതിലേക്ക് എടുത്ത് ചാടിപ്പോകും. പിന്നെ നമ്മൾ പിന്നലായി പോകും. അവരെ കൂടെ ഓടാനൊന്നും പറ്റില്ല. കാരണം അതാണ് ആ ബ്രഹ്മത്തിൻ്റെ അതിലേക്കുള്ള ആ ചിന്താഗതി. എങ്ങനെ ബ്രഹ്മത്തെ സമീപിക്കണം, അതാണ് നമ്മൾ ആദ്യം തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് ചിലപ്പോൾ എല്ലാവരും വേദത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെന്നും വരാം. അത് ഇവിടെ ആകണമെന്നില്ല. പക്ഷേ ഇത് മലയാള പ്രോഗ്രാം ആയതുകൊണ്ട് ചിലപ്പോൾ വിദേശികൾക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാളികളെല്ലാം ദേശത്തുമുണ്ട്, മലയാളികൾ എല്ലായിടത്തും ഇരിക്കുന്നുമുണ്ട്. അപ്പം അവരെല്ലാം അവിടെയോ അതൊന്നും കാരണം വേദം തന്നെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനെക്കാട്ടിയും വേഗത്തിലാണെന്നാണ്. ഒരാഴ്ച ഇന്ന് ഗൂഗിള് ഏത് ഭാഷയിലുള്ളതിനും ഇംഗ്ലീഷിലോ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഇന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ അതിനെ മലയാളം വിവർത്തനം ചെയ്യാനുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ട് അവർ അത് കൈകാര്യം ചെയ്തുകൊണ്ട്. ഇത്രയും പറയാൻ കാരണം വേദത്തിലുള്ള ജ്ഞാനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ശാസ്ത്രലോകം പോലും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് പറയുമ്പോൾ ആദ്യം ശങ്കിക്കും, ഇത് ഉള്ള തന്നെയാണോ? പിന്നെ അവർ ഗവേഷണത്തിലൂടെ പെട്ടെന്ന് ആ സത്യത്തിലേക്ക് എത്തിക്കോളും. ഇത് നമ്മൾ പ്രപഞ്ചഘടന ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രലോകം അന്വേഷിക്കുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ആ നിലയിൽ അവർ ചിന്തിക്കും. പിന്നെ അവർ അത് കണ്ടെത്താൻ വേണ്ടി വലിയ സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് അതിലേക്ക് അവർ എത്തും. ഇപ്പം എങ്ങനെയാണെന്നുള്ള ഒരു പിടിയുമില്ല. ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് ചിലവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. വളരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് പറയാനേ ഉള്ളൂ. പിന്നെ അവർക്കുള്ള ഒറ്റ ഒന്നേ ഉണ്ടാവും, ഇത് തന്നെയാണോ എന്നുള്ള ഗവേഷണത്തിലൂടെ അവർ അതിലേക്ക്
എടുത്തിച്ചാടും. വേറൊരു വിഷയം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ, ജ്യോതിഷം. ഗ്രഹങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണങ്ങൾ, നാഡികളിലൂടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. നാഡികൾ എന്ന് പറയുമ്പോൾ 2 നാഡികൾ പ്രധാനം, ഇട, പിങ്കള. ഇതുവരെ ഒരാൾക്കും പിടി കിട്ടിയിട്ടില്ല. ഈ ഇടയും പിങ്കള എവിടെ കിടക്കുന്നു? ആയുർവേദ ഡോക്ടറായാലും അറിയില്ല, അലോപ്പതി ഡോക്ടറായാലും അറിയില്ല, ഒരാൾക്കും അറിയില്ല, ശാസ്ത്രലോകത്തിൽ അറിയില്ല. പക്ഷെ അതിലേക്കെല്ലാം കടക്കുമ്പോൾ മെഡിക്കൽ സയൻസിൽ തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. മെഡിക്കൽ സയൻസ് തന്നെ ഒരു പുതിയ ദിശയിലേക്ക് പോകും. പരിവർത്തന സിദ്ധാന്തമെല്ലാം ഉണ്ടല്ലോ. മനുഷ്യനിങ്ങനെ വഴിയിലാണ് ഉണ്ടായത്, ഒന്ന് മാറി ഇങ്ങനെ അതെല്ലാം പൊളിച്ചെടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളാണ് മനുഷ്യനുണ്ടാക്കാൻ. ആ ബ്രഹ്മം വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കാൻ അതിനുള്ള സയൻസുകളുണ്ട്. ഒരു നിമിഷത്തിൽ തന്നെ മനുഷ്യരിങ്ങനെ ഡെവലപ്പായിട്ട് വരും, അത് ആഗ്രഹിക്കുകയാണെങ്കിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വളർച്ചയെല്ലാം എങ്ങനെയാണ് പ്ലാനറ്റ്സ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം 120 വയസ്സ്, ആവറേജ് ഒരു 120 വയസ്സാണ് എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. 120 മാക്സിമം. ഈ 120 വയസ്സുകൊണ്ടേ നമ്മൾ വളരും. അപ്പോൾ ആ 120 വയസ്സെന്ന് പറഞ്ഞാൽ ഭൂമി 120 പ്രാവശ്യം സൂര്യനെ ചുറ്റണം. അപ്പോൾ സൂര്യൻ്റെ ചുറ്റുമായിട്ട് നമ്മളെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്രമത്തിലേ അത് വളരുള്ളൂ. അല്ലാതെ കുറേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ആവില്ല. ഭക്ഷണം കൊടുത്തുകൊണ്ടൊന്നും, കുറേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ഒരാഴ്ച കൊണ്ട് പല്ല് വരാൻ വേണ്ടിയിട്ടുള്ള കാൽസ്യവും എന്തെല്ലാം വേണ്ടതെന്നെല്ലാം വെച്ചാൽ തിന്നിച്ചു കഴിഞ്ഞാൽ പല്ലൊന്നും കയറി വരില്ല. പല്ല് കയറി വരേണ്ടിക്ക് അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പം ഈ സമയം എന്ന് പറയുന്നതാണ് പ്ലാനറ്റ്സിൻ്റെ ചുറ്റൽ. ഒരു 18 വയസ്സിലെ പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി 18 വർഷം ചുറ്റുമ്പോഴാണ് ആ പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത്. സൂര്യൻ്റെ ചുറ്റും നമ്മളെ ക്ലോക്കിലും ചിലതെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. വാച്ചിൽ എന്താണ് ചെയ്യുന്നത് കണ്ടിട്ടില്ല? അതിനകത്ത് കുറേ ചക്രങ്ങൾ ഇങ്ങനെ ചുറ്റുന്ന അനുസരിച്ചാണ് നമ്മളെ സമയമെല്ലാം വരുന്നത്. ഇവിടെ ഒരു ഗോളങ്ങൾ ഒരു ക്രമത്തിൽ ആ ഗോളം ചുറ്റുന്ന മാതിരി തന്നെയാണ് ക്ലോക്കിൽ സംഭവിക്കുന്നത്. അതിങ്ങനെ ചുറ്റുന്നതനുസരിച്ച് ഭൂമി സൂര്യനെ ചുറ്റുന്നതനുസരിച്ച് ഓരോ വർഷത്തിനനുസരിച്ച് നമ്മളെ വളർച്ചകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നാടികളിലൊക്കെ എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്ത് അതിന് സയൻസ് ഉണ്ടല്ലോ. സയൻസ് ഉണ്ടെങ്കിൽ ഇല്ല, അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ടായല്ലോ. സയൻസിലൊക്കെയാണ് എല്ലാ പ്രപഞ്ച രഹസ്യമെല്ലാം സയൻസിലാണ്. അപ്പം നമ്മളുടെ പിങ്കള ഈ നാടികളിലൂടെയാണ് ഈ സൂര്യൻ്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പിങ്കള അറിയണം. അപ്പം നമ്മളത് പിങ്കള എന്ന് പറയുമ്പോൾ ഇതിൽ ഗവേഷണം നടത്തുന്നവരെല്ലാം തപ്പി നോക്കി ഇങ്ങനെ വല്ല സാധനം ഉണ്ടോ എന്ന്. അപ്പോൾ അവർ കാണുകയും ചെയ്യും അങ്ങനെ ചില സാധനങ്ങൾ. പിന്നെ അത് ശരിയാണോ എന്ന് അവർ വെരിഫൈ ചെയ്തു. അതിനുള്ള വേദികളെല്ലാം ഇവിടെ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വിഷയത്തിലേക്കുള്ള കാൽവെപ്പാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അത് ഏകദേശം ഫെബ്രുവരി 25-നും ഒരു 27 അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ ജ്ഞാനപ്പാന തീരും. അതിലൂടെ നമുക്ക് അതിലേക്ക് കിടക്കും. അന്ന് ഋഗ്വേദവും യജുർവേദവും പുരാണ കഥകളും ഉപനിഷത്തും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മം തൊട്ട് തുടങ്ങുന്നതെങ്കിലും പാരലായിട്ട് തന്നെ അഥർവവേദവും ഉപനിഷത്തുക്കളും തുടങ്ങും. പക്ഷേ ഇവിടെ പറയുന്നതിനെ ബന്ധിപ്പിച്ച് അവിടെ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ദ്രനാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഇന്ദ്രനാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ദ്രനെ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞില്ല. ആരാണ് ഇന്ദ്രൻ? അതായത് അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പാകം ചെയ്യാൻ സഹായിക്കുന്ന ശക്തി ആരാണ്? ആ ഇന്ദ്രൻ ആരാണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദേവലോകത്തിരുന്നിട്ട് നൃത്തമെല്ലാം കണ്ടുകൊണ്ട് അപ്സരസ്സുകളെല്ലാമായിട്ട് അങ്ങനെ മദ്യമടിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയെല്ലാം സുഖിച്ച് ഇരിക്കുന്ന വ്യക്തിയാണ് ഇന്ദ്രൻ എന്നാണ് ധരിച്ചു വെച്ചത്. നമ്മളെ ഇന്ദ്രൻ, വേദത്തിലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അരിയും
വെള്ളവും കൊടുക്കുമ്പോൾ, അഗ്നിയും കൊടുക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ വന്നിട്ടാണ് അതിനെ എടുത്തിട്ട് നമുക്കെന്ത് ചോറ് തരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ദ്രൻ ഇരിക്കുമ്പോൾ എവിടെ ഇരിക്കുന്നുണ്ട്? അടുത്ത വീട്ടിലെ അടുപ്പിലും ഇന്ദ്രനുണ്ട്. എവിടെയെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും കർമ്മം നടക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഇന്ദ്രനുണ്ട്. അല്ലാതെ അങ്ങനെ ദേവലോകത്ത് അങ്ങനെ കുറ്റിയടിച്ചിരിക്കുകയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ പറ്റിയെല്ലാം സയൻസിലൂടെ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ജ്ഞാനപ്പാനയിലൂടെ ആ ശക്തിവിശേഷത്തെ പറഞ്ഞു തരുന്നുമുണ്ട്. അത് ജ്ഞാനപ്പാനയിലൂട്ടെല്ലാം പോകുമ്പോൾ, കാരണം അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ദ്രനെയെല്ലാം ചില കർമ്മങ്ങൾക്കായിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് പിടിച്ചിരുത്തി. ഓരോ സ്ഥലത്ത് പിടിച്ചിരുത്തി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ദിക്പാലകരെയെല്ലാം, ആ ദിക്പാലകർ എന്നെല്ലാം പറയുമ്പോൾ 8 ദിക്പാലകരെ എങ്ങനെയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നെല്ലാം നമ്മൾ സയൻസിലൂടെ കാണാൻ പോവുകയാണ്. സയൻസിലെ വലിയൊരു തത്വമാണ് ആ അഷ്ടദിക്പാലകൻ. അപ്പം അങ്ങനെ ഒരു വലിയൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പം ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ജ്ഞാനപ്പാന കഴിഞ്ഞതിൻ്റെ ശേഷം അതുവരെ തൽക്കാലം ഈ അഥർവവേദവും ഉപനിഷത്ത് ഇപ്പോൾ കടരുദ്രോപനിഷത്വമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തതിൻ്റെ ശേഷം അത് നിർത്തിവെക്കും. പിന്നെ ഒരു 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇതെല്ലാം ബ്രഹ്മം തൊട്ട് കൂട്ടാൻ തുടങ്ങുന്നത്.